Hello! Chapter 9. Which season is it? Seasons. നമുക്കറിയാലേ, ഒരു വർഷത്തില് എല്ലാ ദിവസവും എല്ലാ കാലവും ഒരുപോലെയല്ല. ചിലപ്പോൾ വെയിലുണ്ടാവും, ചിലപ്പോൾ മഴയുണ്ടാവും, ചിലപ്പോൾ വളരെയധികം തണുപ്പുണ്ടാകും. ചില സമയങ്ങളിൽ ഇതൊന്നുമില്ലാതെ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലാവസ്ഥയായിരിക്കും. ഇങ്ങനെ മാറി മാറി വരുന്ന ഈ കാലത്തിനാണ് നമ്മൾ സീസൺ എന്ന് പറയുന്നത്. ഭൂമിയിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ സീസൺ വരുന്നത്. എന്നാലും വേൾഡ് വൈഡ് ആയിട്ടുള്ള 5 മെയിൻ സീസണിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 5 seasons in a year. Spring begins with a cheer. Flowers bloom, the birds sing. When comes the merry spring? സ്പ്രിംഗ് സീസൺ ആണ് ഫസ്റ്റ് സീസൺ. എന്താണ് സ്പ്രിംഗ് സീസണിന്റെ പ്രത്യേകത? ആ സമയത്ത് പൂക്കളൊക്കെ വിരിഞ്ഞ് നിറയെ പക്ഷികളുടെ പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങും. നല്ലൊരു കാലാവസ്ഥയായിരിക്കും. നെക്സ്റ്റ് സീസൺ ആണ് സമ്മർ. Summer comes with the shining sun and a long day for children to play. എന്താണ് സമ്മറിന്റെ പ്രത്യേകത? ഷൈനിങ് സൺ ഉണ്ടാകും and long day. ദിവസത്തിന് നീളം കൂടുതലായിരിക്കും, ഡേ ടൈം കൂടുതലായിരിക്കും സമ്മർ കാലത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മർ ഇഷ്ടമായിരിക്കും അല്ലേ? ബിക്കോസ് യു ഗെറ്റ് ലോട്ട് ഓഫ് ടൈം ടു പ്ലേ. നെക്സ്റ്റ് കംസ് മൺസൂൺ. Rainy season comes with water drops. Peacock dances and the frog hops. മൺസൂൺ സീസൺ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന കാലമാണ്. മഴ പെയ്യുന്ന സമയത്ത് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക? Peacock dances and frog hops. And next season is autumn season. Here in this season, leaves fall on the ground. Pleasant winds on the way is when it is an autumn day. മരങ്ങളുടെയൊക്കെ ഇലകൾ പൊഴിയുന്ന കാലമാണ് ഓട്ടം. ഓക്കെ. Then last season is winter. Winter is when I am all in snow from head to toe. വിന്റർ കാലത്ത് നിറയെ മഞ്ഞൊക്കെ വീണ് തണുത്ത് വിറയ്ക്കുന്ന കാലമാണ്. നമ്മളെ കേരളത്തിലൊന്നും മഞ്ഞ് വീഴ്ചയൊന്നും ഇല്ലെങ്കിലും വിന്റർ എന്ന് പറഞ്ഞാൽ പല നാട്ടിലും നിറയെ സ്നോഫോൾ ഒക്കെ വന്ന് നല്ല തണുത്തിരിക്കുന്ന കാലാവസ്ഥയാണ്. ഓക്കെ. ഏതൊക്കെയാണ് 5 സീസൺസ് നമ്മളിപ്പോൾ നോക്കിയത്? സ്പ്രിംഗ്, സമ്മർ, monsoon, autumn and winter season. Let's discuss. In which season do you go on a vacation? നിങ്ങൾ ഏത് സീസണിലാണ് വെക്കേഷന് പോവാറ്? സാധാരണ ഇന്ത്യയിലൊക്കെ നമ്മൾ സമ്മർ സീസണിലാണ് വെക്കേഷന് പോവാറ്. എന്നാൽ വേറെ കൺട്രീസിൽ അത് നേരെ തിരിച്ചായിരിക്കും. അവിടെ വിന്റർ കൂടുതലുള്ള കാലത്ത് അവർ ആ സമയത്തായിരിക്കും പുറത്തേക്ക് പോകുന്നത്. Your birthday fall in which season of the year? ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും ആൻസർ വേറെ വേറെ ആയിരിക്കും അല്ലെ? നിങ്ങളുടെ ബർത്ത്ഡേ ഏത് മാസമാണ് വരുന്നത്, ആ സമയത്തുള്ള സീസൺ ഏതാണ് എന്ന് നോക്കണം. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസംബറിൽ ബർത്ത്ഡേ ആണെങ്കിൽ നമുക്ക് പറയാം വിന്റർ സീസണിലാണ് എൻ്റെ ബർത്ത്ഡേ. കാരണം വിന്റർ വരുന്നത് ഡിസംബറിലാണ്. Which is your favorite season and why? നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സീസൺ ഏതാണ്? വൈ? മേ ബി നിങ്ങൾക്ക് സമ്മർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. ബിക്കോസ് ആ സമയത്ത് നിങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടാകും, നിങ്ങൾക്ക് കളിക്കാൻ കുറേ ടൈം കിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ മഴയായിരിക്കും ഇഷ്ടം. മഴ പെയ്യുന്ന സമയത്ത്, വെള്ളം ഒഴുകുന്ന സമയത്ത് ബോട്ടൊക്കെ ഉണ്ടാക്കി കളിക്കാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ വിന്റർ ആയിരിക്കും, തണുത്ത് വിറച്ച് മൂടി പൊതിച്ച് കിടക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് സീസൺ ഏതാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് യുവർ ഫേവറേറ്റ് സീസൺ? നിങ്ങളുടെ ഫേവറേറ്റ് സീസണിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നും കൂടി ഡിസ്കസ് ചെയ്യാം. മാച്ച് ദ സീസൺ വിത്ത് ദെയർ നെയിംസ് ആൻഡ് ഫെസ്റ്റിവൽസ്. ഇന്ത്യയിൽ നമ്മൾ പല ഫെസ്റ്റിവലും പല സീസൺസിലാണ് ആഘോഷിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഓരോ സീസണിലും ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽസിന്റെ പേര് തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ അതിന്റെ പിക്ചറും തന്നിട്ടുണ്ട്. ഇപ്പം മുമ്പേ നമ്മൾ വായിച്ച പോയത്തിൽ ഈ ചിത്രങ്ങളൊക്കെ കൊടുത്തിരുന്നു അല്ലേ? നമുക്ക് മാച്ച് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് പിക്ചർ ഏതായിരുന്നു? ഇത് സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സാധാരണയായിട്ട്
ഫെബ്രുവരി മാസവും മാർച്ച് മാസത്തിന്റെ സ്റ്റാർട്ടിങ്ങും ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സ്പ്രിംഗ് വരുന്നത്. അതായത് വിന്റർ കഴിഞ്ഞു സമ്മർ തുടങ്ങുന്നതിന്റെ ഇടയിലുള്ള കാലമാണ് സ്പ്രിംഗ് സീസൺ. ആ സമയത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആഘോഷങ്ങളാണ് ഗുഡി പഡ്വ, ശിവരാത്രി, ബൈസാഖി, ഹോളി. അങ്ങനെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ സ്പ്രിംഗ് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വൺ ഓട്ടം ആണല്ലേ. ഓട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒക്ടോബർ ടു നവംബർ, മൺസൂൺ കഴിഞ്ഞതിന് ശേഷം വിന്റർ തുടങ്ങുന്നതിന് മുമ്പെയുള്ള കാലമാണ് ഓട്ടം സീസൺ. ആ സമയത്താണ് ദസറ, ശരത് പൂർണിമ എന്നീ ഫെസ്റ്റിവൽസ് ഒക്കെ ആഘോഷിക്കുന്നത്. അടുത്തത് വിന്റർ. ലോറി, ക്രിസ്മസ്, റിപ്പബ്ലിക് ഡേ, ഗുരുനാനക് ജയന്തി, ബിഹു അങ്ങനെയൊക്കെ. ഡിസംബർ മാസം മുതൽ ഫെബ്രുവരിയുടെ ഒരു പകുതി വരെ ആണ് വിന്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ മൺസൂൺ സീസൺ, മഴക്കാലമാണ്. മഴക്കാലം എപ്പോഴാണ് വരുന്നത്? ജൂൺ ടു സെപ്റ്റംബർ മന്ത്. ഇതില് നമ്മൾ ജന്മാഷ്ടമി, രക്ഷാബന്ധൻ, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഈ ഒരു സമയത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ സമ്മർ. സമ്മറിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ആഘോഷങ്ങളാണ് ഗുരു പൂർണിമ, ബുദ്ധ പൂർണിമ, രാമനവമി, മഹാവീർ ജയന്തി എന്നീ ആഘോഷങ്ങളൊക്കെ. ഇതെപ്പോഴാണ്? മാർച്ച് പകുതി മുതൽ മെയ് മാസത്തിന്റെ എൻഡ് വരെയാണ് ഇന്ത്യയിൽ സാധാരണയായിട്ട് സമ്മർ ഉണ്ടാവാറ്. കലണ്ടർ ഫൺ. കലണ്ടർ, നിങ്ങൾ എല്ലാവരും കലണ്ടർ കണ്ടിട്ടുണ്ടാവും അല്ലെ? എല്ലാവരുടെയും വീട്ടിൽ കലണ്ടർ ഉണ്ട്. കലണ്ടർ കാണാത്ത ആരും ഉണ്ടാവില്ല. എന്തിനാണ് നമ്മൾ കലണ്ടർ നോക്കുന്നത്? ഇന്ന് ഏത് ദിവസമാണ്, ഇന്നത്തെ ഡേറ്റ് എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു കാര്യം ഏത് ദിവസമാണ് വരുന്നത്, ഏത് ഡേറ്റിലാണ് വരുന്നത് എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് കലണ്ടർ യൂസ് ചെയ്യുന്നത്. കലണ്ടറിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ ഡേയ്സ് ആണ്. അതായത് ഒരു വർഷത്തിലെ മുഴുവൻ ഡേയ്സും കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ദിവസമാണ്? ജനുവരി 1 ഒരു പുതിയ വർഷം, ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ആകും. ആ വർഷം എൻഡ് ചെയ്യുന്നത് ഡിസംബറിലെ ലാസ്റ്റ് ഡേ, അതായത് 31 ഡിസംബറിനാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 12 മന്ത്സ് ആണ് ഒരു വർഷത്തിലുള്ളത്. അതുപോലെ ഓരോ മാസത്തിലും ഡിഫറെന്റ് നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടാവും. 31 ഡേയ്സ് ഉണ്ടാവും, 30 ഡേയ്സ് ഉണ്ടാവും, ചില മാസത്തിൽ 28 ഡേയ്സും ഉണ്ടാവും. ഇനി 7 ഡേയ്സ് ചേർന്നതാണ് ഒരു വീക്ക് അല്ലേ? ഏതൊക്കെയാണ് വീക്ക് ഡേയ്സ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. കലണ്ടറിൽ SMTWTFS എന്ന് മാർക്ക് ചെയ്താൽ S for Sunday, M for Monday, T for Tuesday, W for Wednesday, T for Thursday, F for Friday and S for Saturday. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള കലണ്ടർ എടുത്തിട്ട് വിശദമായിട്ടൊന്ന് നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ആ കലണ്ടറിൽ ഉള്ളതെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഡൗട്ട് ഉള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി ഈ കലണ്ടറിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. Look at the calendar and fill the table. മുമ്പ് തന്നിരിക്കുന്ന കലണ്ടർ നോക്കി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. ഫസ്റ്റ്, ജാനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ ആൻഡ് ഡിസംബർ നമ്പർ ഓഫ് ഡേയ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ മാസത്തിലും ഒരേ നമ്പർ ഓഫ് ഡേയ്സ് അല്ല. ഇവിടെ ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ ആൻഡ് ഡിസംബറിൽ 31 ഡേയ്സ് ആണ് ഉള്ളത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ജനുവരി 31, മാർച്ച് 31, then മെയ് 31, then ജൂലൈ 31, ഓഗസ്റ്റ് 31, ഒക്ടോബർ 31 and ഡിസംബർ 31. ഫെബ്രുവരി മാസത്തിൽ ഇവിടെ എത്ര ദിവസമുണ്ട്? 28. ഈ കലണ്ടർ നോക്കി എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അതിൽ 28 ഡേയ്സ് ആണ് ഉള്ളത്. ഏപ്രിൽ, ജൂൺ, സെപ്റ്റംബർ, നവംബർ. ഏപ്രിൽ 30 ഡേയ്സ് ആണ്, ആൻഡ് ജൂൺ 30 ഡേയ്സ് ആണ്, പിന്നെ സെപ്റ്റംബർ 30 ഡേയ്സ് ആണ്, നവംബറും 30 ഡേയ്സ് ആണ്. നെക്സ്റ്റ്, ലെറ്റ്സ് ടോക്ക് വൈ ഡു വി യൂസ് എ കലണ്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനാണ് നമ്മൾ കലണ്ടർ യൂസ് ചെയ്യുന്നത്. വി യൂസ് എ കലണ്ടർ ടു നോ ഡേറ്റ്സ്, ഡേയ്സ് ആൻഡ് മന്ത്സ്.
ഇറ്റ് ഹെൽപ്പ് us പ്ലാൻ അവർ ആക്ടിവിറ്റീസ്. നിങ്ങളുടെ എക്സാം ഏത് ഡേറ്റിലാണ് എന്നൊക്കെ ടീച്ചേഴ്സ് ടൈം ടേബിൾ തരാറില്ലേ? അതൊക്കെ ഈ ഒരു കലണ്ടർ നോക്കിയാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ഫെബ്രുവരി ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എവറി ഇയർ? ഡിസ്കസ്. ഇപ്പം നമ്മൾ നോക്കിയ കലണ്ടറിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 28 ഡേയ്സ് ആണല്ലേ. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ 28 ഡേയ്സ് മാത്രമാണോ വരുന്നത്? ഫെബ്രുവരിക്ക് മാത്രം ചില പ്രത്യേകതകളുണ്ട്. എന്താണത്? നോ, February has 28 days in normal year and 29 days in a leap year. എന്താണ് ലീപ്പ് ഇയർ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? 1 ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഭൂമി, നമ്മുടെ എർത്ത് സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് കറങ്ങി തിരിച്ചെത്തുമ്പോഴാണ് ഒരു വർഷമാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് മൂവ് ചെയ്ത് കറങ്ങി 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 അത് തിരിച്ച് ഇവിടെ തന്നെ എത്തുമ്പോഴാണ് ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം വീണ്ടും മൂവ് ചെയ്യുന്ന സമയത്ത് പുതിയ വർഷം സ്റ്റാർട്ട് ആവും അല്ലേ? നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വർഷത്തിൽ 365 ഡേയ്സ് ഉണ്ടെന്നാണ്. എന്നാൽ ആക്ച്വലി സണ്ണിന് അങ്ങനെ കൃത്യമായി ദിവസത്തിനനുസരിച്ച് കറങ്ങാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ 365 ഡേയ്സും കുറച്ച് സമയം കൂടി, ഒരു എക്സ്ട്രാ ടൈം എടുക്കും. പക്ഷെ നമുക്കതൊരു ദിവസമായി കണക്കാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എല്ലാ വർഷവും 365 ഡേയ്സ് മാത്രം ചെയ്യും. ആ കുറച്ച് മിസ്സായതിനെ നമ്മൾ 4th ഇയർ ആവുന്ന സമയത്ത് കലണ്ടറിൽ ഒരു ദിവസം കൂടി ആഡ് ചെയ്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ എവറി 4 ഇയേഴ്സിൽ 366 ഡേയ്സിൽ ഒരു വർഷം വരും. ആ വർഷത്തിന്റെ പേരാണ് ലീപ്പ് ഇയർ. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വലിയ കുട്ടികളാവുമ്പോൾ പഠിക്കും. ഇപ്പൊ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. സാധാരണ വർഷങ്ങളിൽ 365 ഡേയ്സ് ആണുള്ളത്. അത് നോർമൽ ഇയർ ആണ്. എവറി 4 ഇയേഴ്സിൽ ഒരു ലീപ്പ് ഇയർ വരും. ആ ഒരു ലീപ്പ് ഇയറിൽ 366 ഡേയ്സ് ഉണ്ടാവും. അപ്പോ ഒരു വർഷം ഒരു ദിവസം എക്സ്ട്രാ വരുന്നത് നമ്മൾ എവിടെയാ ഇടുക? അത് പോകുന്നത് ഫെബ്രുവരിയിലേക്കാണ്. ദാറ്റ് മീൻസ് എവറി 4 ഇയേഴ്സ് February gets a bonus day. That means February get 29 days in a leap year. ഇനി ഇതിന്റെ ഫൺ ഫാക്ട് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ ഫെബ്രുവരി 29-നാണെങ്കിൽ നെക്സ്റ്റ് ഇയർ അവർക്ക് ബർത്ത്ഡേ ഉണ്ടാവില്ല. കാരണം എന്താ? നെക്സ്റ്റ് ഇയർ ഒരു നോർമൽ ഇയർ ആണ്. അപ്പൊ 28 ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ 29 വരില്ലല്ലോ. അവർക്ക് ഇനി ഒരു ബർത്ത്ഡേ വരണമെങ്കിൽ 4 ഇയേഴ്സ് കാത്തിരിക്കണം അല്ലേ? നിങ്ങൾക്ക് എല്ലാ വർഷവും ബർത്ത്ഡേ വരുമ്പോൾ ലീപ്പ് ഇയറിൽ ഫെബ്രുവരി 29 ജനിച്ച ആൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ 4 ഇയേഴ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഇൻ എ വീക്ക്? ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു വീക്കിൽ എത്ര ദിവസം ഉണ്ടാവും? 7 days. In the calendar given on the previous page, how many Sundays are there in the month of April? ഏപ്രിൽ മാസത്തിൽ എത്ര സൺഡേസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. നമുക്ക് ഏപ്രിലിന്റെ മാത്രം കലണ്ടർ എടുത്ത് നോക്കാം. എസ് എന്ന് പറഞ്ഞാൽ സൺഡേ ആണ്. ഏപ്രിൽ 2 ഒരു സൺഡേ ആണ്, ഏപ്രിൽ 9 ഒരു സൺഡേ ആണ്, ഏപ്രിൽ 16 ഒരു സൺഡേ ആണ്, ഏപ്രിൽ 23 ഒരു സൺഡേ ആണ്, ആൻഡ് ഏപ്രിൽ 30 ഒരു സൺഡേ ആണ്. അപ്പൊ ടോട്ടൽ എത്ര സൺഡേസ് ഉണ്ട്? 1 2 3 4 5 സൺഡേസ്. Which months have 5 Sundays? ഏപ്രിൽ മാസത്തിൽ 5 സൺഡേസ് ഉണ്ട്. ഇനി ഏപ്രിൽ അല്ലാതെ വേറെ ഏതൊക്കെ മാസത്തിലാണ് 5 സൺഡേസ് ഉള്ളത്? നമുക്ക് നോക്കാം. ജനുവരി 1 2 3 4 5. എന്തുകൊണ്ടാണ് ഇവിടെ എണ്ണുന്നത്? ബിക്കോസ് ഇറ്റ് ഇസ് സൺഡേ. ഓക്കെ, ജനുവരിയിൽ 5 സൺഡേസ് ഉണ്ട്. ജനുവരി. ദെൻ ഫെബ്രുവരിയിൽ 5 സൺഡേസ് ഉണ്ടോ? ഇല്ല. 1 2 3 4 ഉള്ളൂ. മാർച്ചിൽ 1 2 3 4 സൺഡേസ് ഉള്ളൂ. ഏപ്രിലിൽ 1 2 3 4 5. ഏപ്രിൽ. ദെൻ മെയ്യിൽ 1 2 3 4 സൺഡേസ് ഉള്ളൂ. ജൂൺ 1 2 3 4 സൺഡേസ് ഉള്ളൂ. ജൂലൈ അഗെയിൻ 1 2 3 4 5. ജൂലൈയിൽ 5 സൺഡേസ് ഉണ്ട്. ഒക്ടോബർ 1 2 3 4 5. ഒക്ടോബർ.
നവംബർ 1, 2, 3, 4, ഡിസംബർ 1, 2, 3, 4, 5. Summer vacations are in the month of dash and dash. ഇത് ഓരോ സ്കൂളുകൾക്കനുസരിച്ചും വ്യത്യാസമായിരിക്കും. അപ്പം നിങ്ങളുടെ സ്കൂളിൽ സമ്മർ വെക്കേഷൻ എപ്പോഴാണ് ഉണ്ടാവാറ്? സാധാരണയായിട്ട് മാർച്ചിൽ എക്സാം കഴിഞ്ഞ് ഏപ്രിൽ 1 മന്ത് ക്ലാസ് കഴിഞ്ഞിട്ട് മെയ് ആൻഡ് ജൂണിലാണ് നമുക്ക് സമ്മർ വെക്കേഷൻ കിട്ടാറുള്ളത്. വിന്റർ വെക്കേഷൻസ് ആർ ഇൻ ദ മന്ത് ഓഫ്, ഏത് മാസമാണ് വിന്റർ വെക്കേഷൻ കിട്ടാറ്? ഡിസംബർ ആൻഡ് ജാനുവരി. സാധാരണ 10 ഡേയ്സ് കിട്ടാറുണ്ട് അല്ലേ? പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചില സ്കൂളുകളിൽ തണുപ്പ് വളരെ കൂടുതലാവുന്ന സമയത്ത് അവിടെ വിന്റർ വെക്കേഷൻ കൂടുതലായിരിക്കും, സമ്മർ വെക്കേഷൻ കുറവായിരിക്കും. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഏപ്രിൽ ആൻഡ് മാർച്ച്. ഏപ്രിലും മാർച്ചിലും കൂടി കൂട്ടിയാൽ ടോട്ടൽ എത്ര ദിവസം ഉണ്ടെന്നാണ് ചോദ്യം. മാർച്ച് മാസത്തിൽ എത്ര ദിവസം ഉണ്ട്? 31 ഡേ. ഏപ്രിൽ മാസത്തിൽ 30 ഡേ. സോ ഏപ്രിൽ 30 ഡേയ്സ്, മാർച്ച് 31 ഡേയ്സ്. രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 30 പ്ലസ് 31, 1 പ്ലസ് 0 1, 3 പ്ലസ് 3 6, 61 ഡേയ്സ്. Project work. Make your own calendar of your birthday month and mark your birthday in it. Okay, നിങ്ങളുടെ ബർത്ത്ഡേ ഏത് മാസമാണോ വരുന്നത് ആ മാസത്തിലുള്ള കലണ്ടർ ഇവിടെ എഴുതണം. അതിനുശേഷം നിങ്ങളുടെ ബർത്ത്ഡേ ഇതിൽ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണിത്. നെക്സ്റ്റ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്? മാച്ച് ദ ആക്ടിവിറ്റി വിത്ത് ദ ഡ്യൂറേഷൻ ഓഫ് ഇറ്റ് റിക്വയർസ് ടു ഗെറ്റ് കംപ്ലീറ്റഡ്. ഇവിടെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയമാണ് എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഫില്ലിംഗ് ഓഫ് വാട്ടർ ടാങ്ക് ഫ്യൂ hours. ഒരു വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഇനി കുക്കിങ്ങിനും ഫ്യൂ hours മാത്രമേ എടുക്കുകയുള്ളൂ അല്ലെ? കുറേ ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേക്ക് വിശന്നു പോകും. സമ്മർ വെക്കേഷൻ മന്ത്സ്, കുറേ മാസങ്ങളാണ് സമ്മർ വെക്കേഷൻ. നിറ്റിംഗ് എ സ്വെറ്റർ ഫ്യൂ ഡേയ്സ് അല്ലെ? ഒരു ദിവസത്തിൽ തീരണമെന്നില്ല. സോ ഒരു സ്വെറ്റർ ഒക്കെ നിറ്റ് ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഇനി വളരെ സ്ലോ ആയിട്ടാണെങ്കിൽ മന്ത്സ് എടുക്കും, ബട്ട് വിൽ മാച്ച് ഇറ്റ് വിത്ത് ഡേയ്സ്. സീഡ് ടു ഗ്രോ ഇൻ ടു എ പ്ലാന്റ്. ഒരു സീഡ് പ്ലാന്റ് ആയി മാറാൻ എത്ര കാലം എടുക്കും? ഫ്യൂ ഡേയ്സ് എടുക്കും. വലിയ ഫുള്ളായിട്ടൊരു പ്ലാന്റ് ആയി മാറാൻ മന്ത് എടുത്തേക്കാം, പക്ഷെ ആ ഒരു സീഡ് ജസ്റ്റ് ഒരു പ്ലാന്റ് ആയി മാറാൻ ഫ്യൂ ഡേയ്സ് എടുക്കും. പ്ലേയിങ് ഫ്യൂ hours. ഒരു ദിവസം മുഴുവൻ നിങ്ങൾ കളിക്കുമോ? ഇല്ല അല്ലെ? ഫ്യൂ hours ഓഫ് ദ ഡേ. ചേഞ്ച് ഓഫ് ദ സീസൺ. ഒരു സീസൺ ചേഞ്ച് ആവണമെങ്കിൽ മന്ത്സ്. ദെൻ യോഗ ഫ്യൂ hours. ട്രിപ്പ് ടു വിജയവാഡ. ഇവിടെ ഒരു ഫാമിലി ഒരു ട്രിപ്പ് പോവാണ്. എവിടേക്കാണ് അവർ പോകുന്നത്? ട്രിപ്പ് ടു വിജയവാഡ. ഇനി നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചു നോക്കണം. ഓരോ സമയവും അവർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് ദിവസമാണ് പോകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവരുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് 24th നവംബർ ആണ്. നവംബർ മന്തിലുള്ള 24 എന്ന ഡേറ്റിലാണ് അവർ അവരുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര സമയത്താണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? 8:25 in the morning. രാവിലെ 8:25 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹറി, ദ ട്രെയിൻ ഇസ് അബൌട്ട് ടു സ്റ്റാർട്ട്. അവർ ലേറ്റ് ആയിട്ട് എത്തിയത്, വേഗം പോവാ, ട്രെയിൻ ഓൾറെഡി അവിടെ ഉണ്ട്. നൗ ഡേ 24 നവംബർ, സെയിം ഡേ ആണ്. ടൈം 1:15 ആഫ്റ്റർനൂൺ. രാവിലെ അവർ കയറിയതാണ്. ഇപ്പൊ അവർ ട്രെയിനിലിരുന്ന് കുറേ ദൂരം പോയി. 1:15 ഉച്ചയായിട്ടുണ്ട്. ഇറ്റ് ഈസ് 1:15 ആഫ്റ്റർനൂൺ ദാദാജി. ഹൗ മച്ച് മോർ ടൈം വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് നാനീസ് ഹൗസ്? ഇവർ പോകുന്നത് നാനീസ് ഹൗസിലേക്കാണ്. അപ്പോ ഈ കുട്ടി ചോദിക്കുക, ഇനിയും എത്ര സമയമാവും? ജസ്റ്റ് 1 more hour ടു റീച്ച് വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ. 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ഇപ്പൊ സമയം എത്രയായി? 1:15. അപ്പൊ 1 മണിക്കൂർ കൂടി കഴിഞ്ഞാലോ? അപ്പൊ 2:15 ആഫ്റ്റർനൂൺ. ഈ ഒരു സമയമാവുമ്പോ അവർ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ഡേ 25 നവംബർ. അങ്ങനെ അവർ അവിടെ എത്തി. നെക്സ്റ്റ് ഡേ ആണ്, 24 നവംബറിനാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം
ടൈം 10 നൈറ്റ്, രാത്രി 10 മണിയാണ്. Ma, we enjoyed a lot today and look at Mamaji, he is looking very handsome. എല്ലാരും നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ കുട്ടി പറയാ we enjoyed a lot. My dear, it's his wedding after all. അപ്പോൾ ഇവരെല്ലാരും ഇവിടെ വന്നത് എന്തിനാണ്? ഇവരുടെ മാമാജിയുടെ വെഡിങ് അറ്റൻഡ് ചെയ്യാനാണ്. ഇതാണ് മാമാജി അല്ലേ? God bless you dear. Now date 26 November, next day ആണ് 26 November. Time 8 o'clock in the morning. Ma, our train is day after tomorrow. Can we go for sightseeing? കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ട്രെയിൻ ഇനി ഡേ ആഫ്റ്റർ ടുമോറോയേ ഉള്ളൂ. അത്രയും സമയത്ത് നമുക്ക് സൈറ്റ് സീയിങ്ങിന് എവിടെയെങ്കിലുമൊക്കെ പോയാലോ എന്ന് അമ്മയടുത്ത് ചോദിക്കുകയാണ്. യെസ്, വി വിൽ ഗോ ടു മംഗളഗിരി ഹിൽസ് അറ്റ് 11 മോർണിംഗ്. എപ്പോഴാണ് പോകുന്നത്? 11 മോർണിംഗിന് മംഗളഗിരി ഹിൽസിലേക്ക് സൈറ്റ് സീയിങ്ങിന് അവർ പോകുന്നുണ്ട്. ഡേറ്റ് 26 നവംബർ. 26 നവംബറിന് തന്നെയാണ് അവർ രാവിലെ പറഞ്ഞത്. അന്ന് 11 o'clockനാണ് അവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. അവർ ഓൾറെഡി അവിടെ പോയി എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ വൈകുന്നേരം 5 മണിയായിരിക്കുകയാണ്, ഈവനിങ്. See Dadi, how beautiful these trees and plants are. There are so many beautiful flowers also. അപ്പൊ ദാദാജി പറയാ, ചിൽഡ്രൻ, it's 5 in the evening. എപ്പോഴായിരുന്നു അവർ ഇവിടേക്ക് വന്നത്? അമ്മ പറഞ്ഞു 11 o'clock in the morning അവര് മംഗളഗിരിയിലേക്ക് പോകും. ഇപ്പോൾ 5 o'clock in the evening ആയി. ഇത്രയും സമയം അവർ ഈ മംഗളഗിരിയിൽ സ്പെൻഡ് ചെയ്തു. ലെറ്റ്സ് ഗോ ബാക്ക് എന്നാണ് ഇപ്പോൾ ദാദാജി പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. എങ്ങനെ മനസ്സിലായി നെക്സ്റ്റ് ഡേ ആയി എന്ന്? ബിക്കോസ് മംഗളഗിരി പോയത് 26 നവംബറിനാണ്. ഇവിടെ ഡേറ്റ് 27th, നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. Time 9 morning. The family decided to go to Kondavali Fort by bus at 9 morning. അപ്പോൾ അവർക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ ഉള്ളത് കൊണ്ട് അവർ കൊണ്ടാവലി ഫോർട്ട് കാണാൻ പോവാണ്. എപ്പോഴാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്? 9 AM in the morning. Date 27th November. We will come back after 8 hours. എപ്പോഴാണ്? ഇപ്പൊ പോയി കഴിഞ്ഞാൽ 8 hours കഴിഞ്ഞിട്ടേ അവർ തിരിച്ചു വരുള്ളൂ. Okay sir, you visit the fort. I will come after 8 hours to pick you all. Have a nice trip. Date 28 November. അങ്ങനെ കൊണ്ടാവലി ഫോർട്ട് ഒക്കെ കണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ടാകും. 28 നവംബർ ആയി, അതായത് നെക്സ്റ്റ് ഡേ ആയി. ടൈം 7 ഈവനിങ്. ഈവനിങ് 7 o'clock ആണ്. Oh papa, our trip ended and now we have to go back to our home. But I am excited to travel back by the fastest train in India called Vande Bharat Express. അവർ പോയത് ഒരു സാധാരണ ട്രെയിനിലാണ്, പക്ഷെ തിരിച്ചു വരുന്നത് വന്ദേ ഭാരതിലാണ്. വന്ദേ ഭാരത് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ആണ്. യെസ്, അപ്പൊ കുട്ടിയും പറയാണ് വാവ്, അവരൊക്കെ എക്സൈറ്റഡ് ആണ് വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടി. ഡേറ്റ് 28 നവംബർ. ടൈം 11:30 നൈറ്റ്. അവര് 7 o'clockനാണ് ട്രെയിനിൽ കയറാൻ പോയത്. ഇപ്പൊ 11:30 ആയി. Mummy, I can't wait to tell my friends about this exciting trip. Yes, we will make such trip again very soon. അതായത് അവരൊക്കെ തിരിച്ച് അവരുടെ സ്ഥലത്ത് എത്തി എന്നാണ് ഇതിനർത്ഥം. എത്ര മണിക്കാണ് അവരവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്? 11:30 നൈറ്റ്. ഓക്കെ, ലെറ്റ്സ് ടോക്ക്. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണുമ്പോഴും ആ ചിത്രത്തിൽ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. Why did the family plan a trip? To which place did they go for the trip? What did you like about the trip? 3 questions are ഉള്ളത്. First one. Why did the family plan a trip? എന്തിനാണ് ഫാമിലി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്? The family planned a trip to attend a marriage function. To which place did they go for the trip? They went to വിജയവാഡ ഫോർ ദ ട്രിപ്പ്. വിജയവാഡ എന്ന സ്ഥലത്തേക്കാണ് അവർ പോയത്. വാട്ട് ഡിഡ് യു ലൈക്ക് അബൌട്ട് ദെയർ ട്രിപ്പ്? നിങ്ങൾക്ക് അവരുടെ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ കാര്യം എന്താണ്? വാട്ട് ഐ ലൈക്ഡ് അബൌട്ട് ദെയർ ട്രിപ്പ് ഇസ് ദാറ്റ് ദേ വിസിറ്റഡ് മെനി പ്ലേസസ് ഡ്യൂറിങ് ദെയർ ജേർണി. കല്യാണത്തിന് പോയി, അത് മാത്രമല്ല ആ സമയത്ത് അവർ പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ വിച്ച് ഡേ ഡിഡ് ദേ ബിഗിൻ ദെയർ ജേർണി? അവർ എന്നാണ് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്? വെൻ ഡിഡ് ദേ കം ബാക്ക്? ഹൗ ലോങ് വാസ് ദെയർ ട്രിപ്പ്?
ഇതെങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? ഈ ഒരു ചിത്രത്തില് കൃത്യമായിട്ടുള്ള ഡേറ്റ് തന്നിട്ടുണ്ട്. ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് പോയത്, അത് എത്ര ദിവസമാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എപ്പോഴായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തത്? വിച്ച് ഡേ ഡിഡ് ദേ ബിഗിൻ? സി, നവംബർ 24, 8:25 മോർണിംഗ്. അപ്പൊ വിച്ച് ഡേ എന്ന ചോദ്യത്തിന് നമുക്ക് എഴുതേണ്ടത് 24 നവംബർ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദേ കം ബാക്ക്? എപ്പോഴാണ് അവർ തിരിച്ചു വന്നത്? 28 നവംബർ ആണ്. 28 നവംബർ. NOV എന്ന് പറഞ്ഞാൽ നവംബറിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. എല്ലാവരും നവംബറിന്റെ സ്പെല്ലിംഗ് പഠിക്കണം. ഇങ്ങനെ NOV എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നവംബർ മന്തിന്റെ ഷോർട്ട് ഫോം ആണെന്ന് മനസ്സിലാക്കുകയും വേണം. അപ്പോൾ 24 മുതൽ 28 വരെ എത്ര ദിവസങ്ങളുണ്ട്? 24 രാവിലെ തന്നെയാണ് പോയത്, അപ്പൊ ആ ഫുൾ ഡേ ഉണ്ട്. നെക്സ്റ്റ് ഡേ 25 നവംബർ, നെക്സ്റ്റ് ഡേ 26 നവംബർ, നെക്സ്റ്റ് ഡേ 27 നവംബർ, പിന്നെ ലാസ്റ്റ് ഡേ 28. അന്ന് നൈറ്റ് ആണ് അവർ തിരിച്ചെത്തിയത്. അപ്പൊ ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ട്? 1 2 3 4 5 ഡേയ്സ്. Which places did they visit in their trip? ഏതൊക്കെ സ്ഥലത്തായിരുന്നു അവർ പോയത്? 2 സ്ഥലത്ത് പോയി അല്ലേ? ഒന്ന് മംഗളഗിരി ഹിൽസും ഒന്ന് കൊണ്ടവലി ഫോർട്ട്സിലുമാണ് അവർ വിസിറ്റ് ചെയ്തത്. So they visited Mangalagiri Hills and Kondavali Fort. How long was their day trip in? 2 സൈറ്റ് സീയിങ്ങിന് പോയപ്പോഴും അവരുടെ ടൈമിംഗ് എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചത്. നമുക്ക് ആ ഒരു ചിത്രം നോക്കാം. മംഗളഗിരി ഹിൽസ് ഡാഷ് hours. എത്ര സമയം എടുത്തു? We will go to Mangalagiri at 11 morning എന്നാണ് അമ്മ പറഞ്ഞത്. 5 o'clock ആയപ്പോ ദാദാജി അവരോട് പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവാമെന്ന്. അപ്പൊ എത്ര സമയമാണ് എടുത്തത്? 11 o'clock സ്റ്റാർട്ട് ചെയ്തു. 12, 1, 2, 3, 4, 5. 5 o'clock in the evening ആണ്. 11 o'clock in the morning ആണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 1 hour, 2 hour, 3 hour, 4 hour, 5 hour and 6 hour. 6 hour ട്രിപ്പാണ് മംഗളഗിരി ഹിൽസിൽ എടുത്തത്. ഇനി കൊണ്ടവലി ഫോർട്ട്സിലോ എത്ര സമയം എടുത്തു? We will come back after 8 hours. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 8 hours തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 8 hours. When did they come back from there? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 8 മണിക്ക് പോയി അവർ എത്ര മണിക്കാണ് തിരിച്ചു വരുന്നതെന്ന്. 5 PM ഈവനിങ്. അതിൽ ആ സമയത്താണ് തിരിച്ചു വരുന്നത്. ഈ സമയത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ AM, PM, 1 o'clock, മോർണിംഗ് എന്നൊക്കെ എഴുതുന്നില്ലേ? ഇതിനെപ്പറ്റി ഇതിപ്പോ ചാപ്റ്ററിന്റെ 2ാമത്തെ ഭാഗത്തിൽ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഫോർ ഹൗ മെനി hours were they in the train when going from വിശാഖപട്ടണം ടു വിജയവാഡ? വിശാഖപട്ടണമാണ് അവരുടെ വീട്. അവിടുന്ന് വിജയവാഡയ്ക്കാണ് അവർ പോയത്. എത്ര സമയമാണ് അവർ ട്രെയിനിൽ ഇരുന്നത്? നമുക്ക് ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് 8:25 മോർണിംഗിന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 PM പറഞ്ഞത് എന്താണ്? ആഫ്റ്റർ 1 hour അവിടെ എത്തും. അതായത് 2:15 എന്ന ടൈമിനാണ് അവർ എത്തുന്നു പറഞ്ഞത്. അപ്പൊ അവർ സ്റ്റാർട്ട് ചെയ്തത് 8:25 അപ്പൊ 9:25, 10:25, 11:25, 12:25, 1:25 and 2:25 വരെ ഇല്ല അല്ലെ? ഇനി 2:15 വരെ ഉള്ളൂ. ഓക്കെ. എത്ര സമയം എടുത്തു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ മുതൽ ഇവിടെ വരെ 1 hour എടുത്തു. ഇവിടെ മുതൽ ഇവിടെ വരെ 1 hour. 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 എന്നാൽ ഇവിടെ മുതൽ ഇവിടെ വരെ 60 minutes ആണ് 1 മണിക്കൂർ. പക്ഷെ ഇവിടെ 60 minutes എടുത്തിട്ടില്ല. 25 എത്തിയില്ല, 15 എത്തിയില്ല. ദാറ്റ് മീൻസ് 50 minutes ആണ് ഇവിടെ എടുത്തത്. സോ 1, 2, 3, 4, 5. 5 hours and 50 minutes ആണ് എടുത്തിരിക്കുന്നത്. എപ്പോഴാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്? 8:25 AM. അവർ റീച്ച് ചെയ്തത് 2:15 PM ആണ്. 5 hours and 50 minutes ആണ് എടുത്തിരിക്കുന്നത്.
ഇനി വിജയവാഡ ടു വിശാഖപട്ടണം അവർ തിരിച്ചു പോയപ്പോൾ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് പോയത്. അത് ഫാസ്റ്റ് ട്രെയിൻ ആണ്. അപ്പൊ ഇത്രയും സമയം എടുക്കില്ല. അത് എടുത്തോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. എപ്പോഴായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തത്? 7 o'clock ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. 11:30 നൈറ്റിനാണ് അവിടെ എത്തിയത്. 7 PM സ്റ്റാർട്ട് ചെയ്തത്. 11:30 PM അവരെത്തിയിരിക്കുന്നത്. 7, 8, 9, 10, 11 പിന്നെ 11:30. 7 to 8 1 hour, 8 to 9 1 hour, 9 to 10 1 hour, 10 to 11 1 hour and 11 to 11:30 30 minutes. 30 minutes എന്ന് പറഞ്ഞാൽ ഹാഫ് അവർ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഇവിടെ എത്ര സമയമാണ് എടുത്തിരിക്കുന്നത്? 4 hours and 30 minutes. നോക്കിയേ, അങ്ങോട്ട് പോകുമ്പോൾ അവർ 5 hours and 50 minutes എടുത്തു. തിരിച്ചു വരുമ്പോൾ 4 hours and 30 minutes എടുത്തിട്ടുള്ളൂ. അതാണ് ഫാസ്റ്റസ്റ്റ് ട്രെയിനിൽ പോയതുകൊണ്ടുള്ള ഗുണം. Have you been on a trip recently? What did you enjoy most about trips? ഇത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് പോയ ട്രിപ്പ് എങ്ങോട്ടാ പോയതെന്നുള്ള വിശദമായിട്ട് എഴുതുക. അതുപോലെ നിങ്ങളുടെ ട്രിപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത കാര്യവും എന്താണെന്ന് എഴുതുക. Amazing fact. Do you know Vande Bharat is the fastest train in India. The train is designed in India only and is also India's first train to have an integrated engine and not separate engine coach. സാധാരണ ട്രെയിനിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രെയിനാണ് വന്ദേ ഭാരത്. ആൻഡ് അതിൻ്റെ ഡിസൈൻ ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ട്രെയിനിനൊക്കെ എൻജിൻ സെപ്പറേറ്റ് ആണ് ഉണ്ടാവുക. എന്നാൽ ഈ ഒരു ട്രെയിനിൽ എൻജിനും ബാക്കി എല്ലാ കോച്ചുകളും ഒക്കെ കണക്റ്റഡ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫൺ ഫാക്ട് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. എല്ലാവരും കലണ്ടർ നോക്കാൻ പഠിക്കുക. അടുത്ത വീഡിയോ ഇതിന് കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.